മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കേണ്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ മക്കൾ പറയുന്നത് മാതാപിതാക്കൾ അനുസരിക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ആര് പറയുന്നത് അനുസരിക്കുന്നു എന്നുള്ളതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. നല്ല വെളിവും ബോധം ഇല്ലാത്ത മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് വല്ലതും ഇറങ്ങി വല്ലതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കോഞ്ഞാട്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രായപൂർത്തി അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി ചിന്തിക്കാൻ ശേഷിയുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ചില സമയങ്ങളുണ്ട്. അത് ചിലപ്പോൾ ചിലർക്ക് 15-ാമത്തെ വയസ്സിലുണ്ടാവും, ചിലപ്പോൾ 18, ചിലപ്പോൾ 20, ചിലപ്പോൾ 30, ചിലപ്പോൾ 40. ആ പ്രായത്തിൽ മാതാപിതാക്കൾ ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ നമുക്കങ്ങനെ തോന്നുക. പിന്നെ നമ്മളെപ്പോഴും ഇത് മാതാപിതാക്കളാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരം. ഈ ഒരുപാട് ആളുകൾക്ക് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മതം പഠിപ്പിക്കുക, കൊച്ചുങ്ങൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ ഇന്ന ജാതിയാക്കി അങ്ങോട്ട് കൊണ്ട് അവിടെ കൊണ്ടുവിടുന്നു ഇവിടെ കൊണ്ടുവിടുന്നു, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഈ നാട് നശിപ്പിച്ചതൊക്കെ പല മാതാപിതാക്കളൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ മാതാപിതാക്കൾ പറയുന്നതാണോ കേൾക്കണ്ടേ, അതോ ഇനി വേറെ ഏതെങ്കിലും മറ്റുള്ള ആളുകൾ പറയുന്നതാണോ കേൾക്കണ്ടേ, ടീച്ചറാണോ പറയുന്നതെന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മാനേജർ പറയുന്നത് കേൾക്കണം, അത് പിന്നെ കേട്ടേ പറ്റത്തുള്ളൂ. ചില കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർ പറയുന്ന പോലെ. പിന്നെ പോലീസ് പറയുന്നത് കേൾക്കണോ, പട്ടാളം പറയുന്നത് കേൾക്കണോ, മന്ത്രിമാർ പറയുന്നത് കേൾക്കണോ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അനുസരിക്കണോ വേണ്ടത് അതാണ് ചോദ്യം അല്ലേ? അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് പറയാം. അപ്പോൾ ഈ എന്താ പറയുക, അനുസരിക്കുന്ന കാര്യം, അപ്പോൾ അതിനകത്ത് അനുസരിക്കുന്നുണ്ട്. നമ്മൾ ലോ എല്ലാം അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മനസ്സിലായില്ലേ? ചില മണ്ടൻ നിയമങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ പഴയ കാലഘട്ടപ്പെട്ട നിയമമൊക്കെയാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്നും അങ്ങനെ അനുസരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ എല്ലാം അങ്ങനെ അനുസരിക്കണമെന്നില്ല. മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു കാര്യമുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 80s കിഡ്സ് അല്ലെ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. 90s കിഡ്സ് എന്ന് പറയുമ്പോൾ ആരാ? ഉണ്ണിമൂന്നിനും മറ്റേ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. ഞാൻ 80s കിഡാ. ഞങ്ങൾ മറ്റേ ഇതാ ടോക്സിക് ഫാമിലി. അപ്പോൾ ഈ എന്താ പറയുക, ഈ കാലഘട്ടത്തിലുള്ളവർ ഇപ്പോൾ ഈ വന്ന കാലത്ത് നിന്നുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ പേരൻസ് പറയുന്ന കേൾക്കേണ്ട സമയം കഴിഞ്ഞ് കാണും. പിന്നെ അതുമല്ല, അവരൊക്കെ തന്നെ ഒരു 10-25 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് പേരൻസ് പറയുന്നത് ഒന്നും കേട്ടില്ല എങ്കിൽ അവർ നല്ല രീതിയിൽ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടാവും. പിന്നെ ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞവരെ എൻ്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എല്ലാം മാതാപിതാക്കൾ കല്യാണം കഴിപ്പിക്കാനും അവരെല്ലാം ഡോക്ടർ എഞ്ചിനീയർ ആക്കാനും വേണ്ടി മാത്രം പഠിപ്പിച്ചിട്ടുള്ളവരൊക്കെയാണ്. പിന്നെ അവർ ഈ മതം പഠിപ്പിക്കും, അങ്ങനത്തെ വിഡ്ഢിത്തരമൊക്കെ കാണിച്ച മാതാപിതാക്കളാണ്. ഇപ്പോഴത്തെ മാതാപിതാക്കൾ കുറച്ചുകൂടെ ബെറ്ററാണെന്ന് തോന്നും. പക്ഷേ എങ്കിൽ പോലും ന്യൂ ജനറേഷൻ കുട്ടികൾ അങ്ങോട്ട് ഒരു പരിവായി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോൾ 2K എന്നൊക്കെ പറയുന്ന ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ അവർ മാതാപിതാക്കൾ പറയുന്ന കേൾക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ടെക്നോളജി അഡ്വാൻസ്ഡ് ആകുന്ന അറിയുന്നില്ല, അല്ലെ നമ്മുടെ ഈ സൊസൈറ്റി മാറി അറിഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങൾ ചോദിച്ചാലും അവർക്ക് അറിയത്തില്ലായിരിക്കും. അവർക്കറിയാവുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അല്ലെ ഈ പറഞ്ഞ പല ഡിവൈസസ് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ PUBG കളിക്കാൻ അറിയോ ഇവർക്ക്? അറിയോ? ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പോവാ. എനിക്കൊന്നും പറയാനില്ല. ഇത് ശരിയാകത്തില്ല കേട്ടോ. നിങ്ങൾ എന്നെ 1.5 മാസമായിട്ട് എന്നെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. 1.5 മാസമായി മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു. ഇത് ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെ ആര് പറയണമെന്ന് കേൾക്കണമെന്നോ അല്ലെ നമ്മൾ പറയുന്നത് വേറൊരാൾ കേൾക്കണമെന്ന് പോലും നിർബന്ധമില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പറയുന്നത് വേറൊരാൾ പറയണം. ഞാൻ ഇനി നിങ്ങളൊരു മാതാവായി ഞാനൊരു പിതാവായി എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ വേറൊരു കുട്ടി ജനിച്ചു വളർന്നത് അത് കുറച്ചുകൂടിയൊക്കെ നമ്മളെക്കാളും വേറെ ട്രാക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് നിർബന്ധമാണ്, കേൾക്കണം, അനുസരിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നങ്ങളുണ്ടാവും. അത് ഏതൊരു മനുഷ്യൻ്റെ കാര്യത്തില്ല. ഇപ്പോൾ ഈ നടന്നു പോകുന്നിടത്തിനോട് ഞാൻ പറയുകയാടോ ആ പെണ്ണിൻ്റെ കയ്യെ പിടിച്ച് നടക്കാതെ എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ലാതെ ഞങ്ങളങ്ങനെ കയ്യിലൊന്നും പിടിക്കുന്നവരല്ല, ഞങ്ങൾ ആരും കാണാതെ വേറെ പല ഭാഗത്തും പിടിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് കൊണോണ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ ഓർഡറാന്ന് പറയും, OMKV എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല, പറഞ്ഞാൽ കേട്ടാൽ കേട്ടു. പിന്നെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, കൃത്യമായിട്ട് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് പറയത്തില്ലേ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ചും മാതാപിതാക്കൾ പറയുന്ന അങ്ങ് അറ്റത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോൾ എന്താ പറയുക, ഇത്രയും പറയുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്. അങ്ങനെ ചില ആൾക്കാരെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ വീഡിയോ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്ത് ചെയ്യേണ്ടത്, വീഡിയോസ് ചെകുത്താൻ എന്നാണ് ചാനലിൻ്റെ പേര്. വളരെ നല്ല ചാനലാണ്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാം ഒരുപോലെ കണ്ട് ആസ്വദിക്കാനും മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ കാണുക. കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് ഒരു 3.5 വയസ്സ് മുതൽ കാണാൻ പറ്റുന്ന പരുവത്തിലുള്ള വീഡിയോകളാണ്. 3.5 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട്. അവർക്ക് പല പല വാക്കുകൾ പഠിക്കും, ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള പ്രേരണകൾ ഞാൻ കൊടുക്കും, ഗൈഡ് ലൈൻസ്, ഒരുപാട് ഗൈഡൻസസ്, അങ്ങനെയുള്ള എന്നെ മെൻറ്ററിങ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. അത് അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ല? ഇത് ഇന്ന ആളെ പറയുന്നു, അയാൾ പറയുന്നത് എല്ലാം സൂപ്പർ, ആ ചേട്ടാ സൂപ്പർ, എന്നെ അങ്ങനെ എല്ലാവരും പറയുന്നത്. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലെന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് എന്നെ അറിയരുതോ? അതാ പറഞ്ഞത്, എല്ലാവർക്കും എന്നെ അറിയാം, എല്ലാവർക്കും അറിയാം. കേരളത്തിന് ഇനി അറിയാൻ ഒരു 3 പേരുടെ ബാക്കിയുണ്ട്. അവരാരാന്ന് എനിക്കറിയത്തില്ലെന്നേ.